ഇപ്പൊ ലേറ്റസ്റ്റ് ഏതാ മൂവിക്ക് വല്ല ബിസിയാണോ അതോ കൊച്ചിയിലുണ്ടായിരുന്നോ? ഇല്ല, ചെന്നൈയിലായിരുന്നു. 2 പ്രോജക്ട്സ് ഇപ്പൊ തീർന്നു, റിലീസ് ആവാനിരിക്കുന്നു. ഇപ്പൊ ചെയ്ത് പ്രേം സാറിന്റെ 96 മൂവി, ആ ഡയറക്ടറിന്റെ ഫഹദിന്റെ കൂടെ ഒരു മൂവി. അല്ല, തമിഴ്. ഇതന്നെ മലയാളത്തിൽ നമ്മളെല്ലാരും ഈ മലയാളത്തിൽ കണ്ടേച്ച് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ തമിഴിലാന്ന് ബിസി ആയിരിക്കും. ഇല്ല, തമിഴാണ് കൂടുതൽ. മലയാളം കേൾക്കേണ്ട സ്ക്രിപ്റ്റ്, പക്ഷെ ഒന്നും സെറ്റായി വരുന്നില്ല. അതെ. ഓ അത് ശരി. അപ്പൊ മിക്കവാറും മലയാളം ഒക്കെ വിട്ട് മലയാളി പെങ്കൊച്ച് തമിഴിലോട്ട് കയറുവാ? അങ്ങനെയൊന്നുമില്ല, മലയാളത്തിൽ നല്ല വന്ന എന്തായാലും ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഇഷ്ടമായിരുന്നു ശിവതയ്ക്ക് ഫിലിമിലേക്ക് ചെയ്യാനൊക്കെ? ഞാൻ അങ്ങനെ ഒരു സാധനമേ മനസ്സിൽ വിചാരിച്ചിട്ടില്ല. ഞാൻ ശരിക്കും ചെറുപ്പം മുതൽ അങ്ങനെ ഒരു ആഗ്രഹമേ ഉണ്ടായില്ല. കോളേജിൽ പഠിക്കുമ്പോൾ ഒന്നും ഉണ്ടായില്ല. പക്ഷെ ഞാനിപ്പോ അങ്ങനെ ചിന്തിച്ചിട്ടില്ല സിനിമയിലേക്ക് വരും എന്നുള്ളത്. എന്തൊക്കെയോ ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ വേണ്ട പഠിത്തം, കാരണം വീട്ടില് ഭയങ്കര ഒരു എഞ്ചിനീയർ കുടുംബമാണ്. അപ്പൊ അതുകൊണ്ട് വേണ്ട. അല്ല, അച്ഛനും ചേച്ചിയും ഒക്കെ, ചേച്ചിയുടെ ഹസ്ബൻഡും ഒക്കെ എഞ്ചിനീയർ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത മാത്രമേ ഉണ്ടായാലും. പഠിക്കുക, ഗ്രാജുവേഷൻ 5th സെം ആയപ്പോഴത്തേക്ക് ജോലിയൊക്കെ മേടിക്കുക. പക്ഷെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല പിന്നെ. അപ്പൊ ഇത് ഞാൻ വിജയ ആയിരുന്നു ചേച്ചി. അപ്പൊ വിജയ ആയിരുന്നപ്പോ എനിക്കിങ്ങനെ എന്റെ ലൈവ് ഷോയിലായിരുന്നു കുറെ സിനിമകൾ റിലീസ് ആവുന്ന സമയത്ത് ഡയറക്ടേഴ്സും ക്രൂവും വന്നിരിക്കും, കാസ്റ്റും. അവരോട് പ്രൊമോഷനായിട്ട്. അപ്പൊ അവരോടൊക്കെ ഇന്റർവ്യൂ ചെയ്ത് കൊള്ളാലെന്ന് നമുക്കൊന്ന് പരീക്ഷിച്ച് അത്രയും ദിവസം വന്നോണ്ടിരുന്ന പിന്നെ ആരും വിളിക്കാണ്ട്. അപ്പൊ ഞാൻ ഓർത്തുന്ന പിന്നെ വിട്ടിട്ട് ഇതിന്റെ കാര്യം നോക്കിയിട്ട് ഞാൻ കുറെ ഓഡിഷൻസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഓഡിഷൻ കൊടുത്തിട്ട് അങ്ങനെയാണ് അവരാ പ്രൊമോഷൻ വന്ന് ഇന്റർവ്യൂ ചെയ്ത് അവരുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രമിച്ചു നോക്കിയാലോ അങ്ങനെ ഒരു ചിന്തയിൽ തുടങ്ങിയതാണ്. അപ്പൊ ഡാൻസ് അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഡാൻസ് ഉണ്ട്, അതിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ലാസിക്കലാണ് അത്. കാരണം ഒരു 14 വർഷത്തിന് ശേഷം ഈ കഴിഞ്ഞ ജനുവരിയിൽ പത്മനാഭന്റെ അമ്പലത്തിൽ കളിച്ചു. കുഞ്ഞുണ്ടായ പിന്നെ കല്യാണത്തിന് ശേഷം ഒന്നും കളിച്ചിട്ടില്ല, ഭയങ്കര ബ്രേക്ക് ആയിരുന്നു സിനിമയിൽ വന്നതിന് ശേഷം. അപ്പൊ ഞാൻ ആദ്യം ഇവിടെ പഠിച്ചത് സുധ ടീച്ചർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാലടിയിൽ, അവിടെയായിരുന്നു. ഒരു 15 years പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോ ഒരു നമ്മൾ മറ്റേ മാവേലിനെ പോലെ ആയിരുന്നു, വർഷത്തിൽ ഒരിക്കലും പോയി ക്ലാസ് അറ്റൻഡ് ചെയ്യും, തിരിച്ചു വരും. പിന്നെ ചെന്നൈയിൽ ധനഞ്ജൻ സാറിന്റെ അടുത്ത് അവിടെ പഠിച്ചു. പിന്നെ ഇപ്പൊ ഇവിടെ ശ്യാമള ആന്റി ധരണി അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ കൊച്ചിയിലോ? കൊച്ചിയിൽ. മോൾക്കും പഠിക്കണ്ട? മോള് പഠിക്കണ്ട്, പക്ഷെ മോൾക്ക് കൂടുതൽ സിനിമാറ്റിക്കിനോടാ. ഞാനല്ല കേട്ടോ പഠിപ്പിക്കുന്നത്. കാരണം ഞാൻ ഇരിക്കില്ല. ഇല്ല, അനുസരണയില്ല. ഇല്ല, വെറുതെ എന്തിനാ ശത്രുതയാവണ്ടല്ലോ. അതെ. അപ്പൊ അല്ല, പക്ഷെ ആൾക്ക് ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോ, ഞാൻ ഇവൻ ക്ലാസ്സിൽ പോയില്ലെങ്കിൽ പോലും വീക്ക്ലി ഒരു 3 days എങ്കിലും എങ്ങനെയെങ്കിലും പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കും. അപ്പൊ അങ്ങനെ കളിക്കുമ്പോൾ ആൾക്ക് ആ മേക്കപ്പ് ഇടുന്നതും ഞാൻ ആ എഫേർട്ട് ഇട്ടത് കണ്ടിരുന്നു. കാരണം ഞാൻ ഷൂട്ടിന്റെ ഇടയ്ക്കായിട്ട് പോലും ഞാൻ അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്ത് തിരിച്ചിവിടെ വന്ന് പത്മനാഭന്റെ അമ്പലത്തിൽ മേക്കപ്പ് ഒക്കെ ഇടാൻ ആൾക്കും ഇഷ്ടം. പെൺകുട്ടിയല്ലേ? അങ്ങനെ പറയാനില്ല, അമ്മയുടെ ഒരു ചെറിയ ജീൻ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ ആളും പഠിക്കുന്നൊക്കെ ഉണ്ട്. ഫസ്റ്റ് ടൈം ഈ ഒരു ക്യാമറയുടെ ഫ്രണ്ടിൽ വരുമ്പോഴും ആ ഒരു ടെൻഷൻ, ഞാൻ അഭിനയിക്കാൻ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. കാരണം വേറെ ഒന്നല്ല, ഞാൻ കുറെ ഓഡിഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ കുറെ ഞാൻ സിനിമകളൊക്കെ ഭയങ്കര ഹിറ്റായിട്ടുള്ള സിനിമകൾ അതിനൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നടന്നില്ലായിരുന്നു, കിട്ടിയില്ലായിരുന്നു. അപ്പൊ അവസാനമാണ് കേരള കഫേയിൽ വന്നത്. അന്ന് ആകെ എനിക്ക് കുറച്ചേ ഉണ്ടായുള്ളൂ, ശ്രീനിവാസൻ സാറിന്റെ കൂടെയായിരുന്നു. അപ്പൊ ആ സമയത്ത് വന്നപ്പോ എനിക്ക് ടെൻഷനായിരുന്നു നല്ല. ഇപ്പോഴും അതേ ചേച്ചി, ഒരു സെറ്റിൽ പോകുമ്പോ ഫസ്റ്റ് ഡേ നമുക്ക് ടെൻഷനാ. പിന്നെ ഒന്ന് സെറ്റായി വരണവരെ. പക്ഷെ എനിക്ക് തമിഴിൽ കൂടുതൽ തോന്നിയൊരു കാര്യം കേട്ടോ, തമിഴില് ഒരു സ്ക്രിപ്റ്റ് റീഡിങ് സെഷൻ ഉണ്ടാവും. അപ്പൊ മുന്നേ കൂട്ടി നമുക്ക് ഈ കാസ്റ്റ് ആൻഡ് ക്രൂവിനെ മൊത്തം അറിയാം. അപ്പൊ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ, മറ്റേതെന്ന് പറയുമ്പോൾ ഇവിടെ വന്ന് നേരിട്ടൊരു സെറ്റിൽ പോകുമ്പോൾ നമുക്കൊരു ഒബ്വിയസ്ലി ഒരു ടെൻഷൻ ഉണ്ടാവും. ഒരു ദിവസം കഴിയുമ്പോൾ അത് ബ്രേക്ക് ആവും. പക്ഷെ എന്നാലും നമ്മൾ തമിഴിൽ പോകുമ്പോൾ ഈ ഇരുന്ന് മേ ബി ഒരു 2 or 3 days ഇരുന്ന് എല്ലാ കാസ്റ്റ് ആൻഡ് ക്രൂ ഇരുന്ന് നമ്മൾ ആ സ്ക്രിപ്റ്റ് റീഡിങ് സെഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അത് ഇവിടെയും ഫോളോ ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു തോന്നി. പലപ്പോഴും അപ്പൊ ആൾക്കാരെ അറിയാം, നമ്മള് വികറ്റ് നോയിച്ചത്. അപ്പൊ നമുക്കൊരു ഇത് തോന്നില്ല. സ്ക്രിപ്റ്റ് റീഡിംഗ് സെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആർട്ടിസ്റ്റ് എല്ലാം കൂടി, ആർട്ടിസ്റ്റും ക്യാമറ ഉണ്ടാവും, ഡയറക്ഷൻ ടീം ഉണ്ടാവും, എല്ലാവരും കൂടെ ഇരുന്ന് നമുക്ക് സ്ക്രിപ്റ്റ് വായിച്ചിട്ട് അപ്പൊ ഓരോരുത്തരുടെ ഇൻപുട്സ് പറയും. അങ്ങനെ ഉണ്ടായിരുന്നു. ചില മൂവീസിന് അവർ സീൻ ചുമ്മാ ഇരവക്കാലം എന്നൊരു മൂവി ചെയ്തു SJ സൂര്യ സാറിന്റെ കൂടെ. അപ്പൊ അതിനകത്ത് ഡയറക്ടർ, ക്യാമറമാൻ, ഞാനുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ സീൻ റിഹേഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഇരുന്നിട്ട് സാറ് ഇങ്ങനെ പറയാം, അങ്ങനെ പറയാം, എന്നിട്ട് നമ്മൾ ചെയ്ത് നോക്കും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് പേടിയാ, അത് മാറി കിട്ടും അല്ലേ? അങ്ങനെ. Ali's Kitchen. Let's cook with love.